നീ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ദുആ ചെയ്തിട്ടുണ്ടോ? പരാതി പറയുന്ന പെങ്ങള് വയദൂനനാ റഗബൻ വറഹബാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ദുആയിനെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞ കാര്യമാണ്. പെങ്ങളെ, അല്ലാഹുവിനോട് ആര് ദുആ ചെയ്താലും അല്ലാഹു സ്വീകരിക്കും. പെങ്ങളെ, ഇത് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. വൈദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി. അല്ലാഹു പറയുകയാണ്, എന്നോട് ആര് ചോദിച്ചാലും ഞാൻ അവർക്ക് ഉത്തരം കൊടുക്കാം. അല്ലാഹു ചെയ്ത വാഗ്ദാനമാണ്. നിന്റെ പ്രയാസം മാറാത്തതിന്റെ കാരണം നീ ഇതുപോലെ ദുആ ചെയ്യാത്തത് കൊണ്ടാണ്. ഇതുപോലെ ദുആ ചെയ്താൽ അല്ലാഹു ഉത്തരം നൽകുമടോ. പക്ഷേ നമുക്ക് ഇഖ്ലാസ് ഇല്ലാതെ പോയി, നമുക്ക് നിരാശയാണോ? ഈ സമുദായത്തിന് പിടിപെട്ടിരിക്കുന്ന ഏറ്റവും വലിയ നാശമെന്തെന്നറിയുമോ? നിരാശയാ സഹോദരാ, നിരാശയാ സഹോദരാ. എത്ര മരുന്ന് കഴിച്ചിട്ടും എന്റെ രോഗം മാറുന്നില്ലല്ലോ. എന്റെ അല്ലാഹു ഏത് കച്ചവടം ചെയ്തിട്ടും നേരെയാകുന്നില്ലല്ലോ. എനിക്ക് സമാധാനമില്ലല്ലോ. എന്തെല്ലാം മരുന്ന് കഴിച്ചു, എനിക്ക് മക്കളില്ലല്ലോ. 40 കഴിഞ്ഞു, 45ആയി. എന്റെ റബ്ബേ, എനിക്ക് മക്കളെ തരാത്തത്. എന്റെ പ്രിയപ്പെട്ട സഹോദരി, മക്കളില്ലാതെ സങ്കടപ്പെടുന്ന ഉമ്മ, നിനക്ക് മക്കളെ കിട്ടാത്തതിന്റെ കാരണം നീ ദുആ ചെയ്യാത്തത് കൊണ്ടാ. നീ ദുആ ചെയ്യാത്തത് കൊണ്ടാണ്. സഹോദരാ, മക്കളില്ല. 30 കഴിഞ്ഞു, 35 കഴിഞ്ഞു, 40ആയി. ഇനി പ്രസവിക്കില്ല എന്ന് നീ തന്നെ തീരുമാനിച്ചു. ഭാര്യ പറയുന്നു ഭർത്താവിന്റെ കുഴപ്പമാണ്, ഭർത്താവ് പറയുന്നു ഭാര്യയുടെ കുഴപ്പമാണ്. പെങ്ങളെ, ആരുടെ കുഴപ്പമാണെന്ന് നിനക്കറിയില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പടച്ചവനെ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ, ആയിഷയ്ക്ക് മക്കളില്ലായിരുന്നു. പെങ്ങളെ, കൗണ്ടിങ് കുറഞ്ഞത് കൊണ്ടല്ല, പടച്ചവനെ ഗർഭപാത്രമില്ലാത്തത് കൊണ്ടല്ല. അല്ലാഹു സമ്മാനമായി കൊടുക്കുന്നതാണ് മക്കളെ. ചിലർക്ക് അല്ലാഹു കൊടുക്കും, ചിലർക്ക് അല്ലാഹു കൊടുക്കില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മക്കളില്ലാത്ത കുടുംബങ്ങളോട് പറയുകയാ, ദുആ ചെയ്യണോ. ദുആ ചെയ്താ സ്വീകരിക്കുമെന്ന് പടച്ച റബ്ബാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അല്ലാഹു നിനക്ക് മക്കളെ തരാത്തതിന്റെ കാരണം എന്തെന്നറിയോ? നീ ദുആ ചെയ്യുമ്പോ നിനക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടാ. ദുആ ചെയ്യുന്ന നിനക്ക് തന്നെ വിശ്വാസമില്ല. എങ്ങനെ ദുആ ചെയ്യണമെന്നറിയുമോ? എങ്ങനെ ദുആ ചെയ്യണമെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കൂ. ഒരു പ്രവാചകന്റെ ദുആ അല്ലാഹു പറയുകയാ. ഏത് പ്രവാചകനും അറിയോ? മഹാരായ സക്കരിയ നബി അലൈഹിസ്സലാം. അല്ലാഹുവിന്റെ പ്രവാചകനായ സക്കരിയ നബി അലൈഹിസ്സലാം, പടച്ചവനെ സക്കരിയ നബി അലൈഹിസ്സലാം പടച്ചവനെ ബൈത്തുൽ മുഖദ്ദസിന്റെ മിഹ്റാബിലേക്ക് കടന്നു ചെല്ലുമ്പോ മറിയം എന്ന് പറയുന്ന ഒരു ചെറിയ പെൺകുട്ടി പള്ളിയുടെ മിഹ്റാബിനകത്ത് കഴിയുകയാണ്. ഈസാ നബിയുടെ ഉമ്മയാണ്. പടച്ചവനെ ഉമ്മ ഗർഭിണിയായിരുന്നപ്പോ അവിടെ ആൺകുട്ടിയാണെന്ന് കരുതിയിട്ട് പറഞ്ഞു, എന്റെ മകനെ ഞാൻ പള്ളിക്ക് കൊടുത്തേക്കാം. അവസാനം ജനിച്ചത് പെൺകുട്ടിയായി. ആ മറിയമിനെ ഉമ്മ നേർച്ചയാക്കിയതാണ്, പള്ളിക്ക് തന്നെ കൊടുത്തത്. ഈ സക്കരിയ നബിയാണ് മറിയമിനെ വളർത്തുന്നത്. അങ്ങനെ പടച്ചവനെ സക്കരിയ നബി പള്ളിയുടെ മിഹ്റാബിലേക്ക് കടന്നു ചെല്ലുമ്പോ മറിയം എന്ന് പറയുന്ന പെൺകുട്ടി പഴം കഴിച്ചു കൊണ്ടിരിക്കുകയാണ്. മറിയമിന്റെ മുമ്പില് ഒരുപാട് പഴങ്ങൾ ഇരിക്കുകയാണ്. സക്കരിയ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് ചോദിക്കുന്നു, മറിയമേ, ഈ പഴം എവിടെ നിന്നാണ് മറിയമേ? ഈ പഴം എവിടെ നിന്നാണ് മറിയമേ? ഞാൻ നിനക്ക് വാങ്ങി തന്നതല്ലല്ലോ, പിന്നെ എവിടെ നിന്നാണ് ഈ പഴം നിനക്ക് കിട്ടിയതെന്ന് ചോദിക്കുമ്പോ മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, ഖാലതു ഹുവ മിൻ ഇൻദില്ലാഹ്, എനിക്കെന്റെ റബ്ബ് തന്നതാ, എനിക്കെന്റെ റബ്ബ് തന്നതാ. സക്കരിയ നബി ചിന്തിക്കുന്നു, അല്ലാഹ്
ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് പോലും കിട്ടാത്ത പഴമാണ്. ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് പോലും കിട്ടാത്ത പഴമാണ്. പള്ളിയുടെ മിഹ്റാബിനകത്തിരിക്കുന്ന മറിയമിന്റെ മുമ്പിലിരിക്കുന്നത്. പടച്ചവനെ, മഹാനായ സക്കരിയാ നബി അലൈഹിസ്സലാം അവിടെ എന്ത് ചെയ്തെന്നറിയുമോ? സക്കരിയാ നബിക്ക് പ്രായമായതോ, വിവാഹം കഴിച്ചൊരുപാട് വർഷമായി. സക്കരിയാ നബി അലൈഹിസ്സലാമിന് മക്കളില്ലായിരുന്നു. അതുകൊണ്ട് സക്കരിയാ നബി അലൈഹിസ്സലാം അവിടെ നിന്നുകൊണ്ട് പടച്ചവനോട് ദുആ ചെയ്യുകയാ. ഖാല റബ്ബി ഇന്നി വഹനൽ അളമു മിന്നി വസ്തഅല റഅസു ശൈബാ വലൻ അകും ബിദുആഇക റബ്ബി ശഖിയാ. സക്കരിയാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറയുകയാ, എനിക്ക് പ്രായമായി തമ്പുരാന്, എനിക്ക് മക്കളില്ല തമ്പുരാന്. അല്ലാഹുവേ, ഒരുപാട് പ്രയാസങ്ങളുണ്ട് തമ്പുരാന്. എന്റെ എല്ലിൽ നിന്ന് എന്റെ മാംസം പോലും വിട്ടുപിരിഞ്ഞിരിക്കുന്ന പടച്ചവന്. പ്രായമായി സഹോദരാ. സക്കരിയാ നബി അലൈഹിസ്സലാമിന് 100 വയസ്സ് കഴിഞ്ഞു എന്ന ചരിത്രം പറയുകയാ. ആ വൃദ്ധനായ സക്കരിയാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറയുന്ന, പടച്ചവനെ, എനിക്ക് പ്രായമായി, എനിക്ക് മക്കളില്ല തമ്പുരാന്. എന്റെ ഭാര്യയും പ്രായം ചെന്നവളാണ് റബ്ബേ. വകാനത് ഇംറഅതി ആകിറാ. സക്കരിയാ നബി അല്ലാഹുവിനോട് പറയുകയാണ്, എന്റെ ഭാര്യയ്ക്ക് പ്രായമായി പടച്ചവന്. അവള് പ്രസവിക്കാത്തവളാണ് പടച്ചവന്. അവള് പ്രസവിക്കാത്ത പെണ്ണാണ് പടച്ചവന്. 40 45 വയസ്സ് കഴിഞ്ഞ പെങ്ങളെ 50 വയസ്സായ മെൻസസ് പോലും നിലയ്ക്കുമല്ലോ. എന്നാ സക്കരിയാ നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട ഭാര്യ 90 വയസ്സ് കഴിഞ്ഞു പെങ്ങള്, പ്രായം ചെന്നവളാ പെങ്ങള്. സക്കരിയാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറയുന്നു, എനിക്ക് പ്രായമായി, എന്റെ ഭാര്യയ്ക്ക് പ്രായമായി, ഞങ്ങൾക്ക് 2 പേർക്കും മക്കളില്ല അല്ലാ. പടച്ചവനെ, ഉണ്ടാകാൻ സാധ്യതയില്ല അല്ലാ. പക്ഷേ നിനക്ക് കഴിയുമല്ലാ എനിക്കൊരു മകനെ തരാൻ. എനിക്കൊരു മകനെ തരാം. എനിക്കും എന്റെ ഭാര്യയ്ക്കും പ്രായമായെങ്കിലും എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്തെല്ലാം തടസ്സങ്ങളുണ്ടെങ്കിലും അല്ലാഹുവേ, എനിക്കൊരു മോനെ വേണം പടച്ചവന്. ഈ വയസ്സാം കാലത്ത് എനിക്കൊരു പൊന്നുമോനെ വേണം പടച്ചവന്. എനിക്ക് മകനെ തരണേ അല്ലാ എന്ന് പ്രായം ചെന്ന സക്കരിയാ നബി ദുആ ചെയ്തപ്പോ അല്ലാഹു ഒരു പൊന്നുമോനെ കൊടുത്തു. അല്ലാഹു ഒരു പൊന്നുമോനെ കൊടുക്കുകയാ. ആ മകനാരാ? മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാം. ഇതിനാണ് ദുആ എന്ന് പറയുന്നത്. ഇതിനാണ് ദുആ എന്ന് പറയുന്നത്. ഇങ്ങനെ വേണം ദുആ ചെയ്യാൻ. ഈ ഉറപ്പോട് കൂടി വേണം ദുആ ചെയ്യാൻ. ആര് കൈവിട്ടാലും എന്റെ റബ്ബെന്നെ കൈവിടൂല. അല്ലാഹു സർവ്വതിനും കഴിവുള്ളവനാണ്. പടച്ചവനെ, നിരാശ വൻപാപമാണെന്ന് മഹത്തുക്കളെ പഠിപ്പിക്കുകയാ. അല്ലാഹുവിന് കഴിവില്ലെന്ന് പറയല്ലേ പെങ്ങള്. രോഗം മാറ്റാൻ അല്ലാഹുവിന് കഴിവുണ്ടോ? പ്രയാസം മാറ്റാൻ അല്ലാഹുവിന് കഴിവുണ്ടോ? എല്ലാത്തിനും പടച്ചവന് കഴിവുണ്ടോ? എന്റെ പ്രിയപ്പെട്ട സഹോദരാ, മക്കളില്ലാതെ കഷ്ടപ്പെടുന്ന പെങ്ങള്, ഇനി കേറാ ഹോസ്പിറ്റലില്ല, ഇനി കഴിക്കാൻ മരുന്നുകളില്ല, എന്നിട്ടും മക്കളില്ലാതെ സങ്കടപ്പെടുന്ന സഹോദരാ, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ മരുന്ന് കഴിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിലില്ലാത്തതൊന്നുമില്ലല്ലോ. ആ ഖുർആനിലെല്ലാം മരുന്നുകളുമുണ്ടല്ലോ. എല്ലാത്തിനും പരിഹാരം ഖുർആനിലുണ്ട്. പടച്ചവനെ ഉസ്താദേ, കച്ചവടമില്ല, കച്ചവടമില്ല, വലിയ പ്രയാസമാണ്. സഹോദരാ, ഖുർആൻ പറഞ്ഞ മരുന്ന് ചെയ്യടോ. എന്താ
മരുന്നെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ മരുന്നേതാ? പടച്ചവനെ, മഹാനായ ഹസൻ ബസ്രി തങ്ങള് കുട്ടികൾക്ക് ദർസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ വെള്ളമില്ല, വല്ലാത്ത ക്ഷാമമാ, മഴയില്ല, വല്ലാത്ത പ്രയാസമാ, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം, വെള്ളം കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം, മഴ പെയ്യുന്നതിന് വേണ്ടി ദുആ ചെയ്യണം. മഹാനായ ഹസൻ ബസ്രി തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? പറഞ്ഞോ, അസ്തഗ്ഫിറുല്ലാ പറയാൻ പറയുകയാ. പടച്ചവനെ, രണ്ടാമതൊരു മനുഷ്യന് കടന്നു വന്നു. തങ്ങളെ, കച്ചവടമെല്ലാം വല്ലാത്ത പ്രയാസത്തിലാണ്, സാമ്പത്തികമായി വല്ലാത്ത ബുദ്ധിമുട്ടിലാണ്, അവിടെ നിന്നൊരു പരിഹാരം പറഞ്ഞു തരണം. മഹാനവറുകൾ പറഞ്ഞു അസ്തഗ്ഫിറുല്ലാ പറയാൻ. മൂന്നാമത് വന്ന മനുഷ്യൻ പറഞ്ഞു, തങ്ങളെ വിവാഹം കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങളായി, മക്കളില്ലാത്ത വല്ലാത്ത സങ്കടത്തിലാണ്. ഹസൻ ബസ്രി തങ്ങൾ അപ്പോഴും പറഞ്ഞു അസ്തഗ്ഫിറുല്ലാ പറയാൻ. അപ്പോഴും പറഞ്ഞു കൊടുത്തു അസ്തഗ്ഫിറുല്ലാ പറയാൻ. വന്ന 3 പേരോടും പറഞ്ഞത് അസ്തഗ്ഫിറുല്ലാ പറയാൻ. ശിഷ്യന്മാര് ചോദിച്ചു, ഉസ്താദേ, എല്ലാവർക്കും ഒരേ മരുന്നാണോ? എല്ലാവർക്കും ഒരേ മരുന്നാണോ? അപ്പോഴാ പറഞ്ഞത്, ഞാൻ പറഞ്ഞതല്ല, അല്ലാഹ് പറഞ്ഞ മരുന്നാ. ഫഖുൽതു അസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا. പടച്ചവനെ, ഖുർആൻ പറഞ്ഞ മരുന്നാടോ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ദുആ ചെയ്തോ, ദുആ ചെയ്തോ. ദുആ ചെയ്താൽ, ആര് ദുആ ചെയ്താലും ഞാൻ അവർക്ക് ഉത്തരം നൽകാം എന്ന് അല്ലാഹു വാഗ്ദാനം ചെയ്യുകയാണ്. നമുക്ക് മടിയാടോ ദുആ ചെയ്യാൻ? നമുക്ക് മടിയാടോ? എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം കേൾക്കുന്നവരാണല്ലോ. ഇസ്മായിൽ നബിയുടെ ചരിത്രം കേൾക്കുമ്പോ ആഗ്രഹിച്ചു പോകും, പടച്ചവനെ, ഇതുപോലെ ഒരു മകനെ എനിക്ക് കിട്ടിയിരുന്നെങ്കിലോ, എന്റെ മകൻ ഇങ്ങനെ ആയിരുന്നെങ്കിലോ എന്ന് കൊതിച്ചു പോകാറുണ്ടല്ലോ. എങ്ങനെയാണ് അല്ലാഹു ഇസ്മായിൽ എന്ന് പറയുന്ന ഒരു പൊന്നുമോനെ കൊടുക്കാറുള്ള കാരണമെന്താ? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുന്ന് പടച്ച റബ്ബിനോട് ദുആ ചെയ്തതോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തു, എനിക്കൊരു സ്വാലിഹായ സന്താനത്തെ തരണേ അല്ലാ. അവിടെ നിന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ട് വാങ്ങിച്ച മകനാ. അല്ലാഹുവേ, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. ഇബ്രാഹിം നബി ദുആ ചെയ്തിട്ട് വാങ്ങിച്ച മകനാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാം. പെങ്ങളെ, ദുആ ചെയ്യണമടോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട മാതാവ് തന്റെ പൊന്നാര മകന്റെ കൈപിടിച്ചുകൊണ്ട് നബി തങ്ങളുടെ ചാരത്ത് കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്റെ പൊന്നുമോന് വേണ്ടി ദുആ ചെയ്യണേ നബിയേ. അനസ് ഇബ്നു മാലിക് എന്ന് പറയുന്ന സ്വഹാബിയുടെ കൈപിടിച്ചുകൊണ്ട് നബി തങ്ങളുടെ ചാരത്തേക്ക് മാതാവ് കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, ഇവന് നബിയെ അങ്ങയെ വല്ലാത്ത ഇഷ്ടമാണ്, എന്റെ പൊന്നുമോന് വേണ്ടി ദുആ ചെയ്യണേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ അനസ് ഇബ്നു മാലിക് തങ്ങൾക്ക് വേണ്ടി അവിടെ നിന്ന് ദുആ ചെയ്യുകയാണ്. 3 കാര്യങ്ങളാണ് ദുആ ചെയ്തത്. അല്ലാഹുവേ, അല്ലാഹുവേ, സ്വാലിഹായ സന്താനങ്ങളെ കൊടുക്കടേ അല്ലാഹ്.
മൂന്ന് കാര്യങ്ങളാണ് ദുആ ചെയ്തത്. പടച്ചവനെ, കുടുംബ ജീവിതത്തിൽ നീ ബറക്കത്ത് നൽകണേ തമ്പുരാന്. കണ്ണിന് കുളിർമയുള്ള സന്താനങ്ങളെ കൊടുക്കണേ തമ്പുരാന്. പടച്ചവനെ, ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ തമ്പുരാന്. നിബിധങ്ങൾ അവിടുന്ന് ദുആ ചെയ്തു, അല്ലാ നീ ജീവിതത്തിലെ ബറക്കത്ത് നൽകണേ അല്ലാ, നീ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെ മാതാവ് നബി തങ്ങളുടെ മുമ്പിലേക്ക് തന്റെ പൊന്നാര മകനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറഞ്ഞു, നബിയേ, എന്റെ പൊന്നുമോന് വേണ്ടി ദുആ ചെയ്യണം, എന്റെ പൊന്നുമകന് വേണ്ടി ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൂന്ന് കാര്യം ദുആ ചെയ്തു. എന്റെ പ്രിയപ്പെട്ടവരെ, ആഫിയത്തിനും ദീർഘായുസ്സിനും കണ്ണിന് കുളിർമയുള്ള നല്ല മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തു. നിങ്ങൾ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം വായിച്ചു നോക്കുമ്പോൾ 103 വയസ്സുവരെ ജീവിച്ചു എന്ന് ചരിത്രം പറയുകയാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രായം 103 വയസ്സാണ്. മഹാനവറുകൾക്ക് മക്കളും കൊച്ചുമക്കളുമായിട്ട് 106ഓളം കുട്ടികൾ ഉണ്ടായിരുന്നു. നബിതങ്ങളുടെ ദുആയ ആ സഹാബിക്ക് മക്കളും കൊച്ചുമക്കളുമായിട്ട് 106ഓളം മക്കൾ ഉണ്ടായിരുന്നു, കൊച്ചുമക്കൾ ഉൾപ്പെടെ. അതുമാത്രമല്ല, അവിടുന്ന് ബറക്കത്തിന് വേണ്ടി നബിതങ്ങൾ ദുആ ചെയ്തു. മദീനത്തൊരു തോട്ടമുണ്ടായിരുന്നു അനസ് ഇബ്നു മാലിക് തങ്ങൾക്ക്. മദീനത്തൊരു തോട്ടമുണ്ട്. സാധാരണ എല്ലാവരുടെ തോട്ടത്തിൽ നിന്നും വർഷത്തിൽ ഒരിക്കലേ വിളവെടുക്കാറുള്ളൂ, വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം വിളവെടുക്കും. എന്നാൽ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെ തോട്ടത്തിൽ നിന്ന് വർഷത്തിൽ 2 പ്രാവശ്യം വിളവ് കിട്ടുമായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുകൊണ്ടാണ് തങ്ങന്മാരെയും ഉസ്താദന്മാരെയും കാണുമ്പോൾ പറയുന്നത്, മക്കളെ കൊണ്ടുപോയി ദുആ ചെയ്യാൻ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിനോട് ആര് ദുആ ചെയ്താലും അള്ളാഹു സ്വീകരിക്കും. പക്ഷേ നമ്മൾ മടിയന്മാരാ, നമ്മൾ അലസത കാണിക്കുന്നവരാ, ആ ദുആയ്ക്ക് പോലും നമ്മൾ പിശക്ക് കാണിക്കുന്നവരാ. എന്റെ സഹോദര, അള്ളാഹുവിന്റെ മുമ്പിൽ ആര് ദുആ ചെയ്താലും 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം അള്ളാഹുവിന് കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അള്ളാഹു കൊടുക്കും. ഒന്ന്, നീ ചോദിച്ചത് തന്നെ അള്ളാഹു നിനക്ക് തരും. നീ എന്താണ് ചോദിച്ചത്, ആ ചോദിച്ചത് തന്നെ അള്ളാഹു നിനക്ക് തരും. അതല്ലെങ്കിൽ ചോദിച്ചത് അള്ളാഹു തരൂല, അത് പരലോകത്തേക്ക് അള്ളാഹു മാറ്റിവെക്കും. നാളെ മീസാൻ എന്ന് പറയുന്ന ത്രാസിലേക്ക് നീ ചെയ്ത ദുആഇനെ അല്ലാഹു മാറ്റിവെക്കും. ഒന്നുകിൽ നീ ചോദിച്ചത് അല്ലാഹു തരും, അല്ലെങ്കിൽ പരലോകത്തേക്ക് മാറ്റിവെക്കും. ഇല്ലെങ്കിൽ 3, നിനക്ക് വരാനിരിക്കുന്ന ഒരു ഷർറെങ്കിലും അല്ലാഹു തട്ടിക്കളയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നിനക്ക് വരാനിരിക്കുന്ന ഒരു വിപത്തെങ്കിലും നീ റബ്ബിന്റെ മുമ്പിൽ ഒന്ന് കൈനീട്ടി ചോദിച്ചതിന് പകരമായിട്ട് അല്ലാഹു മാറ്റിത്തരും. അതാണ് ദുആ, നഷ്ടമില്ല ഒരിക്കലും. സഹോദര, എപ്പോഴും ദുആ ചെയ്. എന്തിനാ ദുആ ചെയ്യുന്നേ? എവിടെ പോയാലും ദുആ, അല്ലേ? നമ്മളെ കളിയാക്കാറുണ്ട്. എവിടെ പോയാലും ദുആ, എപ്പോഴും ദുആ. എന്റെ പൊന്നാരി ചങ്ങാതി, പറയേണ്ടവൻ പറഞ്ഞുകൊണ്ടേയിരിക്കും, നീ ദുആ ചെയ്യ്. നബിതങ്ങൾ പറയുന്നു, അള്ളാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് നിൽക്കുന്ന മലക്കുകൾക്ക് നമ്മളുടെ ശബ്ദം പരിചയമുണ്ടാകും. നിത്യമായി ദുആ ചെയ്യുന്ന ആൾക്കാരുടെ ശബ്ദം പോലും മലക്കുകൾക്ക് പരിചയമുണ്ടാകും. ഈ താനൂരുകാരായ നിങ്ങൾ ആരെങ്കിലും ദുആ ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ മലക്കുകൾ അള്ളാഹിനോട് പറയും, സിറാജ് ദുആ ചെയ്യുന്ന പടച്ചവനെ, അള്ളാഹുവെ ആയിഷ ദുആ ചെയ്യുന്ന പടച്ചവനെ. മലക്കുകൾക്ക് നമ്മളുടെ ശബ്ദം പോലും പരിചയമുണ്ടാകും. അങ്ങനെ പരിചയമുണ്ടാകുന്ന രീതിയിൽ നമ്മൾ ദുആ ചെയ്യണം. അള്ളാഹു നമുക്ക് അങ്ങനെ ദുആ ചെയ്യാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഇന്നത്തെ ഈ മജ്ലിസിലെ ദുആയ്ക്ക് അള്ളാഹു ഇജാബത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ അള്ളാഹു നമ്മളോട് ചെയ്യുന്ന 2ാമത്തെ വാഗ്ദാനം, നിങ്ങൾ എന്നോട് ദുആ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. അള്ളാഹു നമുക്ക് ഉത്തരം നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഉത്തരം നൽകുമാറാകട്ടെ. അപ്പൊ അള്ളാഹു ഒന്നാമതായി പറയുകയാ, നിങ്ങൾ എനിക്ക് നന്ദി രേഖപ്പെടുത്തിയാൽ നിങ്ങൾക്ക് ഞാൻ എല്ലാം തരും, നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരും, നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഞാൻ തരും. അള്ളാഹു പറയാ. 2ാമതായിട്ട് അള്ളാഹു പറയുകയാണ്, നിങ്ങൾ എന്നോട് ദുആ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. അള്ളാഹു നമുക്ക് ഉത്തരം നൽകുമാറാകട്ടെ. ഉറക്കപ്പുറം അള്ളാഹു ഉത്തരം നൽകുമാറാകട്ടെ. 3, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചെയ്യുന്ന വാഗ്ദാനം, നിങ്ങൾ എന്നെ ഓർക്കുകയാണെങ്കിൽ, ഫഅലം അന്നഹു, നമ്മൾ പറയാറുണ്ടല്ലോ, അള്ളാഹു പറയുന്നത്, ഉഖ്റുനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർത്ത ഞാൻ നിങ്ങളെ ഓർക്കും. അള്ളാഹു പറയുകയാണ്, നിങ്ങൾ എന്നെ ഓർക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളെയും ഓർക്കും. അള്ളാഹു പറയുകയാണ്, നിങ്ങൾ എന്നെ ഓർക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ ഓർക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആരാ അള്ളാഹനെ ഓർക്കുന്നവര്?
നമ്മൾ അള്ളാനെ ഓർക്കണ ആരുണ്ട്? എടോ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം എടുത്തു നോക്കിക്കേ. നമ്രൂദ് എന്ന് പറയുന്ന ഭരണാധികാരി ഭയാനകമായ തീക്കൊണ്ടാരം ഉണ്ടാക്കി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അടുത്തു കൊണ്ടുപോയി തെള്ളിയിടാൻ കഴിയാത്തത് കാരണം ഉയരമുള്ള സ്ഥലത്ത് അമ്പും വില്ലും തയ്യാറാക്കിയിട്ട് ഇബ്രാഹിം നബിയെ കൈകാല് കെട്ടിയിട്ട് അതിന്റെ മുകളിൽ കയറ്റി നിർത്തിയിരിക്കുകയാ, ഇങ്ങനെ എയ്തു വിടുന്നതിന് വേണ്ടി. അത്രയും വലിയ ഒരു പ്രയാസകരമായ സാഹചര്യത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിൽക്കുമ്പോ മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം, ആ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ചോദിക്കുന്നു, ഒന്ന് അനുവാദം എന്താ, ഞാൻ നിങ്ങളെ സഹായിക്കാം, ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്താം, ഈ തീ ഞാൻ അണച്ചു കളയാം. അപ്പോഴും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മറുപടി, ജിബ്രീലേ, എനിക്ക് നിന്റെ സഹായം വേണ്ട, എന്നെ പടച്ച റബ്ബുണ്ടല്ലോ. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ആ ഒരു സാഹചര്യത്തിലും ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നത്, എന്റെ റബ്ബുണ്ടല്ലോ, എന്നെ പടച്ച അല്ലാഹു നോക്കിക്കൊള്ളും എന്നെ. അതാ ഖുർആൻ പറഞ്ഞത്, ഇബ്രാഹിം 40 ദിവസം കഴിഞ്ഞ് വരുമ്പോ ശരീരത്തിലെ ഒരു രോമം പോലും കരിയാതെ എഴുന്നേറ്റ് വന്നിടോ. നമ്മൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും കൂടെ ഗുഹയ്ക്കകത്തിരിക്കുമ്പോൾ നബിതങ്ങൾ അബൂബക്കർ തങ്ങളുടെ മടിത്തട്ടിൽ തലവെച്ച് കിടക്കുക. അപ്പോഴാണ് അബൂബക്കർ തങ്ങളുടെ കൈകാല് വിറയ്ക്കുന്നുണ്ട്. നബിതങ്ങൾ ഞെട്ടി ഉണർന്നു. പേടിച്ചു വിറച്ചിരിക്കൊണ്ടിരിക്കുന്ന അബൂബക്കർ തങ്ങളോട് ചോദിച്ചു, എന്തേ അബൂബക്കറെ? നബിയേ, ശത്രുക്കൾ മുകളിലെത്തി നബിയേ. അവരുടെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം ഈ ഗുഹയ്ക്കകത്ത് അടിക്കുന്നുണ്ട്. ഒന്ന് താഴേക്ക് നോക്കിയാൽ നമ്മളെ കാണും, നമ്മളെ പിടിക്കും, നമ്മളവര് കൊന്നുകളയും. അപ്പോഴും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിക്കുകയാ ചെയ്തേ. എന്തേ നബിയെ ചിരിക്കുന്നത്? അപ്പോഴാണ് നബിതങ്ങൾ പറഞ്ഞു കൊടുത്തത്, അബൂബക്കറെ, നമ്മൾ രണ്ടുപേരുമല്ല, മൂന്നാമതൊരാൾ കൂടെ ഇതിനകത്തുണ്ട്.